നന്ദുവിൻ്റെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നമ്മൾ ആ ജയൻ്റെ അടുത്ത് പോയി പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിന്ന സമയത്ത് നമ്മൾ നയന അതിന് സമ്മതിച്ചില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനടുത്ത് നമ്മളെ ജയൻ ചോദിക്കുന്നുണ്ട്, മോള് അനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നന്ദുവിനെ കാണാൻ വേണ്ടി പോകാൻ നേരത്ത് മോള് സമ്മതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അച്ഛാ അത് അറിയാമല്ലോ, നമ്മൾ അനിയും നന്ദുവായിട്ട് കണ്ടാൽ ശരിയാവത്തില്ലെന്ന് അച്ഛനിക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ജയൻ്റെ അടുത്ത്. പിന്നാണെങ്കിൽ കാണിക്കുന്നത് നമ്മളെ നവീനെയും അനിയാട്ടോ. അപ്പോൾ നമ്മളെ നവീനാണെങ്കിൽ നമ്മൾ അനിയടുത്ത് പറയുന്നുണ്ട്, എടാ എനിക്ക് നന്ദുവിനെ കണക്കൊരു പെണ്ണിനെ അല്ല, നന്ദുവിനെ തന്നെയാണ് എനിക്ക് ഇഷ്ടം, അവളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന നമ്മൾ അനിക്കാണെങ്കിൽ ആകെ സങ്കടം വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അനിയാണെങ്കിൽ തിരിച്ച് നവീൻ്റെ അടുത്ത് പറയാമല്ലോ നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോൾ അതും നമ്മൾ അനിയാണെങ്കിൽ പറയാതാണെങ്കിൽ നമ്മൾ നവീൻ പറയുന്ന എല്ലാം കേട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ് നമ്മൾ അനിയും ആണെങ്കിൽ ആ വിഷമത്തോടെ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ജലജയും നവ്യയാണ്. ജലജയാണെങ്കിൽ നമ്മൾ നവ്യയ്ക്കാണെങ്കിലിട്ട് നല്ല എരിയേറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ അടുത്ത് ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്, നീ അതേ കണക്ക് തന്നെ നീ തിരിച്ചും കാണിച്ചാൽ മതി, അല്ലാതെ അവർ പറയുന്നതൊന്നും നീ കേൾക്കാനും വെക്കാനും ഒന്നും നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ദേവ്യാനിയും ബാക്കി മുത്തശ്ശനെയൊക്കെ കുറിച്ചായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.